നമസ്കാരം. ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ ചില വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഈയിടെയായി ചർച്ചയിലുള്ള ഒരു മലയാള സിനിമ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ സിനിമയെ ചുറ്റിപ്പറ്റി ഒരു വിവാദം നടക്കുന്നുണ്ട്. അതിന്റെ നിർമ്മാതാക്കൾ ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അതായത് CBFC-ക്കെതിരെ കേരള ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഇത് വെറും ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമല്ല, മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇതെന്താണ് പറയുന്നത്? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ച് ഗൗരവമുള്ളതാകുന്നത്. നമുക്കിതൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും ഇതൊരു ഒറ്റപ്പെട്ട ഒരു സിനിമയുടെ പ്രശ്നമായിട്ട് മാത്രം കാണാൻ പറ്റില്ല. ഇതിന് ഭരണഘടന നൽകുന്ന ചില അടിസ്ഥാന അവകാശങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ക്രിയേറ്റീവ് ഫ്രീഡം, അതായത് കലാപരമായ സ്വാതന്ത്ര്യം, ഈ വിഷയങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്കിതിന്റെ ഓരോ വശങ്ങളായിട്ടൊന്ന് പരിശോധിക്കാം. ശരി. അപ്പോ എന്താണ് ഈ കേസിന്റെ ഒരു കാതൽ? നിർമ്മാതാക്കൾ കോസ്മോസ് എന്റർടൈൻമെന്റ്. അതെ, അവര് പറയുന്നത് CBFC സർട്ടിഫിക്കേഷൻ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നാണ്. ജൂൺ 12-ന് അവർ ഓൺലൈനായി അപേക്ഷ കൊടുത്തു. 18-ാം തീയതി സെൻസർ സ്ക്രീനിങ്ങും കഴിഞ്ഞു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒഫീഷ്യലായിട്ടൊരു മറുപടിയും കിട്ടിയില്ലത്രേ. അതാണ് കാര്യം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചില മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണല്ലോ. ആ പേരിനോട് CBFC അനൌദ്യോഗികമായിട്ടൊരു എതിർപ്പ് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഓഹോ. കാരണം ഹിന്ദു ദേവതയായ സീതയുമായിട്ട് ഈ പേരിനൊരു ബന്ധമുണ്ട്. അതാണ് കാരണം പറയുന്നത്. അതെന്തൊരു വിചിത്രമായ കാര്യമാണ്. കാരണം 3 മാസം മുൻപ് ഇതേ സിനിമയുടെ ടീസർ അതെ ഇതേ ജാനകി എന്ന പേരിൽ തന്നെ ഇതേ CBFC അംഗീകരിച്ചതാണല്ലോ. അത് തന്നെ ആ വൈരുദ്ധ്യം നിർമ്മാതാക്കൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ താമസം, ഈ ഒരു വ്യക്തതയില്ലായ്മ, ഇതൊക്കെ ആർട്ടിക്കിൾ 19(1)(a ആവിഷ്കാര സ്വാതന്ത്ര്യം, അതെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പിന്നെ 19(1)(g തൊഴിൽ ചെയ്യാനുള്ള അവകാശം, അതെ, ആ അവകാശത്തിന്റെയും ലംഘനമാണെന്നാണ് അവരുടെ പ്രധാന വാദം. അതെ, കോടതിയിലെ CBFC കൊടുത്തൊരു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, സ്ക്രീനിംഗ് കമ്മിറ്റി ശരിക്കു പറഞ്ഞാൽ സിനിമയ്ക്ക് അനുമതി കൊടുത്തതാണ്. എന്നിട്ടും അത് റിവൈസിംഗ് കമ്മിറ്റിക്ക്, അതായത് പുനഃപരിശോധന കമ്മിറ്റിക്ക് വിട്ടു എന്നാണ് അവർ പറഞ്ഞത്. ഓ, അപ്പോൾ അത് വീണ്ടും വൈകും. തീർച്ചയായും ഇത് നിർമ്മാതാക്കളുടെ ടെൻഷൻ കൂട്ടി. കാരണം ജൂൺ 27-നായിരുന്നു റിലീസ് പ്ലാൻ ചെയ്തത്. അതോടെ അതും പ്രശ്നത്തിലായി. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വെച്ചിട്ട് CBFCയുടെ ഓൺലൈൻ പോർട്ടൽ ഇപ്പോഴും കാണിക്കുന്നത് കട്ടുകൾ നിർദ്ദേശിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിനായി കാത്തിരിക്കുന്നു എന്നാണ്. പക്ഷേ നിർമ്മാതാക്കൾക്കോ? അവർക്ക് ഒഫീഷ്യലായിട്ടൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആകെത്തുക എന്താണ്? ഒരു സിനിമയുടെ റിലീസ് വൈകുന്നു എന്നതിനപ്പുറം എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? ഇത് ശരിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ക്രിയേറ്റീവ് വർക്കിന്, ഒരു കലാസൃഷ്ടിക്ക് കൃത്യമായ കാരണമില്ലാതെ താമസം നേരിടുക, അല്ലെങ്കിൽ അവ്യക്തമായ എതിർപ്പുകൾ വരിക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് ആത്യന്തികമായി ബാധിക്കുന്നത് ആ കലാപരമായ ആവിഷ്കാരത്തെ തന്നെയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പലതരം കഥകൾ, പലതരം കാഴ്ചപ്പാടുകൾ, അതൊക്കെ പങ്കുവയ്ക്കാനുള്ളൊരു അവകാശം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. ഇവിടെ ഇപ്പോൾ ഒരു റെഗുലേറ്ററി ബോഡിയുടെ ഭാഗത്തുനിന്ന് ആശയവിനിമയത്തിലൊരു വ്യക്തതയില്ലായ്മയുണ്ട്, നിലപാടുകളിലൊരു സ്ഥിരതയില്ലായ്മയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാശയം പുറംലോകം കാണുന്നതിന് മുമ്പ് തന്നെ അതിനെ ഒരു തരത്തിൽ സെൻസർ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത് സിനിമ എടുത്തവരെ മാത്രമല്ല, നമ്മളെപ്പോലുള്ള പ്രേക്ഷകരെയും ബാധിക്കുന്ന കാര്യമാണല്ലേ? തീർച്ചയായും. ഒരുപക്ഷെ നമ്മൾ കേൾക്കേണ്ടിയിരുന്ന ചില ശബ്ദങ്ങൾ, അല്ലെങ്കിൽ കാണേണ്ടിയിരുന്ന ചില കാഴ്ചപ്പാടുകൾ, അതൊക്കെ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. കൃത്യമായി പറഞ്ഞു. ബ്യൂറോക്രസിയുടെ ഭാഗത്തുനിന്നുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ചില വ്യക്തിപരമായ ഇഷ്ടക്കേടുകളോ ഒക്കെ ഈ സർഗാത്മകമായ ഒഴുക്കിനെ തടയുമ്പോൾ അത് സമൂഹത്തിൽ നടക്കേണ്ട ചില സംവാദങ്ങളെ, ചില തുറന്നു പറച്ചിലുകളെയൊക്കെയാണ് ദുർബലപ്പെടുത്തുന്നത്. അതുകൊണ്ടുതന്നെ ഈ അനാവശ്യമായ നിയന്ത്രണങ്ങളില്ലാതെ കലാകാരന്മാർക്ക് അവരുടെ കഥകൾ പറയാനുള്ള ഒരു സ്പേസ്, ആ ഒരു അവകാശം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ കേസ് കോടതിയുടെ മുന്നിലാണ്. അപ്പോൾ അന്തിമമായി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ സിനിമയുടെ ഭാവിക്ക് അപ്പുറം ഒരു കാര്യം ഉറപ്പാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പോലുള്ള വിഷയങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ വെക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. തീർച്ചയായും. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നമ്മൾ നടത്തിയ ഈ ഒരു ചർച്ച നിങ്ങൾക്കൊരു ദിശാസൂചിക നൽകിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുമ്പോൾ
ഒരു ചോദ്യം ബാക്കിയുണ്ടാവാം. ഈ കലയും വിശ്വാസവും തമ്മിലുള്ള തർക്കങ്ങളിൽ ഈ ഭരണകൂട സ്ഥാപനങ്ങൾ എത്രത്തോളം സുതാര്യമായിരിക്കണം, എത്രത്തോളം സ്ഥിരതയുള്ള നിലപാടെടുക്കണം? ഒരു പേരുപോലും വിവാദമാകുമ്പോൾ നമ്മുടെയൊക്കെ ക്രിയാത്മക സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ ശരിക്കും എവിടെയാണ്? ഇതേക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് ഈ വിവരങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും ചിന്തകളും എന്തൊക്കെയാണെന്ന് ഞങ്ങളെ അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനം നൽകുന്ന അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.